ഖത്തർ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് സുഖ് വാക്കിഫ്. ഇതൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ നടക്കണം, കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഹിസ്റ്റോറിക് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ സോനിയേഴ്സൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നായിരിക്കും ബെസ്റ്റ്. പിന്നെ അവരുടെ കൾച്ചർ റിലേറ്റഡ് സാധനങ്ങൾ കുറേ കാണാൻ സാധിച്ചു. പിന്നെ കുറേ കഫേസും കുറേ റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡും പല പല സാധനങ്ങൾ നമുക്ക് അവിടെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുത്തെ ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല, നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ സൂഖ് വാക്കിഫിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തത് ഖത്തറിൻ്റെ തന്നെ ഐക്കോണിക് പ്ലേസായ അൽ ഫന മസ്ജിദാണ്. നമ്മൾ എവിടെയും നമ്മുടെ ഈ ഖത്തറിൻ്റെ പോസ്റ്റേഴ്സോ ഏതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ അവിടെ ഈ മസ്ജിദിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് ഫേമസ് ആണ് ഈ മസ്ജിദ്. കുറച്ച് പഴക്കമുള്ള മസ്ജിദ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സുഖ് വാക്കിഫിൻ്റെ അവിടേക്ക് എത്തിയത്. സുഖ് വാക്കിഫിൻ്റെ അവിടെ നമുക്ക് ഒരു ഏരിയ തന്നെയുണ്ട്. നമുക്ക് ബെഞ്ചസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ആ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ. ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല, നേരെ നമുക്ക് സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. സൂക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഹാൻഡിക്രാഫ്റ്റ് സെൻറ്റർ. ഒരു സ്ട്രീറ്റ് കണ്ടു, അവിടെ ഫുള്ളും ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ കാണാൻ സാധിച്ചു. ഒരു രക്ഷയില്ല. അതിൻ്റെ ഈ ഷോപ്സിനൊക്കെ ഒരു വോളൊക്കെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്, അത് നല്ല രസമാണ്. പിന്നെ റൂഫ് വുഡൻ റൂഫാണ്. നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ കുറേ നേരം ഇങ്ങനെ നടന്നു. കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അവർ ലെതറിൻ്റെ കുറേ അവർക്ക് ഒട്ടകത്തിൻ്റെ മേളിൽ കയറി പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പടച്ചട്ട കാര്യങ്ങളൊക്കെ കണ്ടു, ബെൽറ്റ് കണ്ടു. പിന്നെ കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെസ്സിനെ ഉടുപ്പിച്ച ഒരു കോട്ടുണ്ട്, ബ്ലാക്ക് കളർ കോട്ട്, കപ്പ് സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ കൾച്ചറും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു. പിന്നെ കുറച്ചങ്ങനെ നീങ്ങിയപ്പോൾ വാളും അങ്ങനെ പല പല ഇവരുടെ ഖത്തറിൻ്റെ കൾച്ചറൽ റിലേറ്റഡ് സാധനങ്ങൾ നമുക്ക് കുറേ കാണാൻ സാധിച്ചു. പിന്നെ വുഡൻ കാർവിങ് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ജൂട്ടിൻ്റെ അങ്ങനെ പല പല ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ നമുക്ക് ആ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ കാണാൻ സാധിച്ചു. പിന്നെ വെറൈറ്റി ഒരു സംഭവമാണ് കണ്ടത്. കുപ്പിയിൽ മണലിൽ ഓരോ പല കളർ മണൽ നിറച്ച് ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് വർക്ക്. അതിൻ്റെ തന്നെ അത് മാത്രമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ്. ഞങ്ങൾ കറൻ്റ്ലി അവിടെ ചെല്ലുമ്പോൾ ഫോറിനേഴ്സ് അവിടെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ. അവർക്ക് റെഡിമെയ്ഡ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ബോട്ടിൽ നിറച്ചുണ്ടാക്കി കൊടുക്കായിരുന്നു. ഇതൊക്കെയാണ് ആ ഡിസൈൻസൊക്കെ. നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ടിൽ മേടിച്ചു. ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ക്ലോത്ത്സും ഡ്രസ്സസും അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇത് കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ സോനിയേഴ്സൊക്കെ വിൽക്കുന്ന സ്ഥലവും പിന്നെ ഒരു ഏരിയ എത്തി, കഫേകളൊക്കെ ഉള്ള സ്ഥലം. നല്ല ഭംഗിയാണ് ആ ഏരിയ കാണാൻ തന്നെ. നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് അവിടുത്തെ ആർക്കിടെക്ചർ. എനിക്ക് ആർക്കിടെക്ചറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ അവിടുത്തെ കഫേകളൊക്കെ ഓപ്പൺ കഫേസാണ്. ബെഞ്ചസും ചെയർസൊക്കെ പുറത്താണ്. അവിടെ ഇരുന്ന് നമുക്കൊരു കോഫി കുടിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ്. ഞങ്ങൾ പല സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ നിങ്ങളൊരു വേറെ സ്ട്രീറ്റ് ഗ്യാപ്പിൽ കൂടെ വേറെ സ്ട്രീറ്റിലേക്ക് കടന്നു. അത് പോകുന്ന ഇടയിലാണ് ഞങ്ങൾ വേറൊരു കഫേ കണ്ടത്. കഫേയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രിൽഡ് ഫിഷാണ് അവിടുത്തെ മെയിൻ ഡിഷ്. അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ നോക്കി. ഒരു പ്രത്യേകത തന്നെയാണ്. കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു. ആ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ കൂടുതലും റിലീജിയസ് സാധനങ്ങളാണ് അവിടെ വിൽക്കാൻ വെച്ചിരുന്നത്. ഇവർ പ്രാർത്ഥിക്കാൻ യൂസ് ചെയ്യുന്ന ബീഡ്സിൻ്റെ ഒരു മാല, അതിൻ്റെ പല വെറൈറ്റി വേർഷൻസും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സ്ട്രീറ്റ് നേരെ ചെല്ലുന്നത് വേറൊരു വലിയ വീതി കൂടിയ ഒരു സ്ട്രീറ്റിലേക്കാണ്. അതും രസകരമായ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സോവനിയർ ഷോപ്പ് കയറി. ഞങ്ങൾക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സോവനിയർ മേടിക്കാമെന്ന് വിചാരിച്ചു. ഖത്തറിന് പറ്റിയിട്ടുള്ള ഒരു ഷീൽഡും പിന്നെ ഈ അത്ഭുത വിളക്ക് ഡിസൈനുള്ള ഒരു സംഭവം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. അപ്പോഴത്തേക്കും ഒരു 5-5:30 ആവാറായി. ഇരുണ്ട് തുടങ്ങി. ലൈറ്റുകളൊക്കെ ഇട്ടു. ലൈറ്റ് ഇട്ടപ്പോൾ അതിനേക്കാളും രസകരമായി തോന്നി കാണാൻ.
ആൾക്കാർ പതുക്കെ ഇട ദിവസം ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല എന്നാണ് പറയുന്നത്. സ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ നിറച്ചും ആൾക്കാരുണ്ട്. ഇതിനേക്കാളും തിരക്കായിരിക്കും വീക്കെൻഡ്സ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കൂടുതലും ഔട്ട്സൈഡേഴ്സായിരുന്നു ആ സ്ട്രീറ്റിൽ. ഫുള്ളും ഇനി റെസ്റ്റോറൻറ്റ് ചെയർസ് സ്ട്രീറ്റിൽ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ വർക്കുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. ക്രിസ്റ്റൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത റെസ്റ്റോറൻറ്റ്സാണ് നമ്മൾ കാണാൻ സാധിച്ചത്. പിന്നെ ഇവിടെ വേൾഡ് കപ്പ് കഴിഞ്ഞ കാരണം കൊണ്ട് വേൾഡ് കപ്പിൻ്റെ മിനിയേച്ചേഴ്സ് ഇഷ്ടംപോലെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലിക്ക, അതേ സൈസിലുള്ള റിപ്ലിക്കേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അങ്ങനെ ഓരോ ഗ്യാപ്പിൽ കൂടെ ഓരോ സ്ട്രീറ്റ് കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. അതിന് പോകുന്ന വഴിയിൽ തന്നെ കുറേ മലയാളം പറയുന്ന ആൾക്കാരെ കണ്ടു. ചില ഷോപ്സൊക്കെ ഓൾറെഡി മലയാളികളുടെ തന്നെയാണ്. അവിടെ നിൽക്കുന്ന ഒരു മലയാളികൾ അവരിങ്ങോട്ടും സംസാരിക്കുന്നത് മലയാളം. അങ്ങനെ അത് ഒരു അത്ഭുതമല്ല, നമുക്കറിയാം ഇങ്ങനെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. സ്റ്റിൽ നമുക്കിങ്ങനെ ഒരു മലയാളം കേൾക്കുന്നത് കാണുമ്പോൾ ഒരു അനുഭവമാണ്. അവിടുത്തെ ലൈറ്റപ്പും ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു ഫീലുണ്ട്. അത് ഞങ്ങൾ കുറേ ഫോട്ടോസും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എടുത്തു. നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ എത്തിയത് അവിടുത്തെ ഫേമസ് ടീ ടൈം എന്ന് പറഞ്ഞൊരു മലയാളിയുടെ ടീ ടൈം ഷോപ്പുണ്ട്. അവിടേക്ക് എത്തി. ടീ ടൈമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ നടന്നു പോയപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കി വെച്ചങ്ങനെ കണ്ടു. വിരലിൻ്റെ ഷേപ്പിലുള്ള ഇൻസ്റ്റലേഷൻ. ആർട്ടിസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, പക്ഷെ നല്ല ഹൈറ്റിൽ ഒരു ഏകദേശം 10-15 അടി ഉള്ള ഒരു വിരൽ ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കി വെച്ചാണ് ഗോൾഡൻ കളറിൽ. ഞങ്ങൾ പിന്നെയും സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഞങ്ങളൊരു ദോശ പോലത്തെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടേക്ക് എത്തി. അവിടുത്തെ ഫേമസ് സ്ട്രീറ്റ് ഫുഡാണ്. ഒരു ദോശയുടെ പോലെയാണ്, ഒരു ബാറ്ററൊക്കെ ഇട്ട് അതിൻ്റെ മേൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ന്യൂട്ടല്ല, പിന്നെ ഒന്ന് ചീസ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അങ്ങനെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. കൂടുതലും ഞങ്ങൾക്ക് ന്യൂട്ടല്ലയാണ് ഇഷ്ടമായത്. അത് ഞങ്ങൾ കുറച്ച് മാറിയിരുന്ന ഒരു കുട്ടികളുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഒട്ടകത്തെ നടത്തിക്കണം, പോണി, അങ്ങനെ പല കുട്ടികൾക്ക് പറ്റിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സ്നാക്ക് ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ അലക്കീർ വന്ന ഒരു ബേക്കറി ഉണ്ട്. അവിടുത്തെ ഫേമസ് ബേക്കറിയാണ്. അവിടുത്തെ കുനാഫ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ട്രൈ ഔട്ട് ചെയ്തു. അപ്പോൾ അവർ കുനാഫ ഓർഡർ ചെയ്തപ്പോൾ 2 ടൈപ്പ് കുനാഫയാണ് അവിടെ ഓർഡർ ചെയ്തത്. ഒരെണ്ണം കട്ടയും ഒരെണ്ണം ക്രിസ്പി ടൈപ്പാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര മധുരമാണ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മടുക്കും, പക്ഷേ ടേസ്റ്റിയാണ്. അതുമാത്രം കുനാഫ അല്ലാതെ ബാക്കി കുറേ സ്വീറ്റ്സ് ഉണ്ട്. ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല. അവിടുത്തെ കുനാഫയാണ് ഹൈലൈറ്റ്, അതുകൊണ്ട് അത് ട്രൈ ചെയ്തത്. അങ്ങനെ അവിടുത്തെ സ്ട്രീറ്റും അവിടുത്തെ ലുക്കും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു പ്ലേസായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ സൂഖ് വാക്കിഫ്. നിങ്ങൾ ഖത്തറിൽ പോകുന്നതിന് മസ്റ്റ് വാച്ച് പ്ലേസാണ് സൂഖ് വാക്കിഫ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു കാര്യം കൂടി, ഞാൻ ഈ ലൊക്കേഷൻ്റെ 360 വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ വാച്ച് ചെയ്യാം. 360 വ്യൂ നിങ്ങൾക്ക് തരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.